ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതേ അളവിൽ തന്നെ ഞാൻ ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാനിപ്പോൾ ശർക്കരപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പാനി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അതിലേക്കൊരു 2-3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഏകദേശം ഒരു 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അത്യാവശ്യം കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിരവി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഈ മധുരം ഒന്ന് ബാലൻസ് ആകാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം അത്യാവശ്യം നല്ല കട്ടിയിലാണ് കേട്ടോ മാവ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ ഒരു അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഓരോ കയ്യിൽ മാവ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ അരികിൽ കൂടിയൊക്കെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ ഓരോരോ ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്ന ടൈമിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ഒരു പുറം വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 2 ഭാഗവും നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത ഒരു നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.